ഹായ് മൈ ഡിയർ സ്റ്റുഡൻസ്. ആദ്യം ഫസ്റ്റ് ഞാൻ എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. എൻ്റെ പേര് ഹസ്നത്ത്, കുനിയിൽ നിന്നാണ് വരുന്നത്. ഇന്ന് ഞങ്ങൾ പഠിപ്പിക്കാൻ പോകുന്നത് ഹൗ ക്യാൻ വി മേക്ക് സെൻറ്റൻസ്, വാട്ട് ഈസ് ദ സെൻറ്റൻസ് സ്ട്രക്ചർ. നമ്മൾ എങ്ങനെ ഒരു സെൻറ്റൻസ് ഉണ്ടാക്കാം, ആ സെൻറ്റൻസിൽ എന്തൊക്കെയുണ്ട്, ഒരു സെൻറ്റൻസ് പാറ്റേൺ. നമുക്ക് സെൻറ്റൻസ് പാറ്റേൺ പറയുമ്പോൾ സെൻറ്റൻസിൽ സബ്ജക്റ്റ്, വേർബ്, ഒബ്ജക്റ്റ്, ദെൻ സബ്ജക്റ്റ്, ഓക്സിലറി വേർബ്, വെർബ്, ഒബ്ജക്റ്റ്. I am going to write some examples on the board. Then sentence pattern. A sentence I drink water. I think from these examples you can understand very easily. Then I drink water. ഞാൻ വെള്ളം കുടിക്കുന്നു. ഇതിൽ I is subject, drink is verb, then water is object. This sentence pattern is subject, verb, object. Subject, verb, object. Then I drink water. Once again I said, then I drink water. ഞാൻ വെള്ളം കുടിക്കുന്നു. Here subject is I, verb is drink, object is water. Then another example. He goes to school. He is subject, goes is verb, to school is object. Another. I think all of you understand this class. Then sentence pattern. First SVO pattern. Subject, verb, object. I drink water. He goes to school. ഇതിൽ നിന്ന് നമുക്ക് സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആരെക്കുറിച്ചാണോ, നമ്മൾ എന്തിനെക്കുറിച്ചാണോ പറയുന്നത്, ദാറ്റ് ഈസ് സബ്ജക്റ്റ്. വെർബ് എന്ന് പറഞ്ഞാൽ സബ്ജക്റ്റ് എന്താണോ ചെയ്തത് അതാണ് വേർബ്. സബ്ജക്റ്റ് ഒരു ആക്ഷൻ ചെയ്തിട്ടുണ്ടാവും, അതാണ് വേർബ്. ദെൻ സബ്ജക്റ്റ് എന്ത് കുടിച്ചു, എന്ത് എന്നുള്ളതിന്, ആര്, എങ്ങനെ എന്നുള്ളതിന് ആൻസർ കിട്ടുന്നതാണ് ഒബ്ജക്റ്റ്. ഐ ഡ്രിങ്ക് വാട്ടർ. ഇവിടെ ഐ, ഞാൻ എന്ത് ചെയ്തു, കുടിച്ചു. കുടിച്ചു എന്നുള്ളത് വേർബ്. ദെൻ ഞാൻ എന്ത് കുടിച്ചു, എന്ത് എന്നുള്ളതിന് ആൻസർ കിട്ടുന്നതാണ് ഒബ്ജക്റ്റ്. ഐ ഡ്രിങ്ക് വാട്ടർ. ദെൻ another example, he goes to school. He is subject. He എന്ത് ചെയ്തു, പോകുന്നു. goes, എവിടേക്ക് പോകുന്നു, to school. എവിടെ എന്നുള്ളതിന് ആൻസർ ആണ് ഇവിടെ കിട്ടിയത്, ഒബ്ജക്റ്റ്, to school. He goes to school. Another example, Rani wrote a letter. Rani is subject, wrote is verb, a letter is object. I think all of you understand this class. First I said the start class with ഞാൻ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തത് സെൻറ്റൻസ് പാറ്റേൺ ആണ്. ഒരു സെൻറ്റൻസിൽ നമുക്ക് എന്തൊക്കെ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റും, ഒരു സെൻറ്റൻസിൽ എന്തൊക്കെയാണ് ഉണ്ടാവുക. ഒരുപാട് വേർഡ്സ് കൂടുമ്പോഴാണല്ലോ നമുക്ക് സെൻറ്റൻസ് ഉണ്ടാക്കാൻ പറ്റുക. ഇപ്പോൾ ഇവിടെ ഐ എന്ന് മാത്രം ആവുമ്പോൾ നമുക്ക് അതൊരു സെൻറ്റൻസ് ആവില്ല. അതിലേക്ക് നമ്മൾ ഒരുപാട് വേർഡ്സുകൾ ആഡ് ചെയ്യുമ്പോൾ അതൊരു വാക്യമായിട്ട് കിട്ടുന്നു. ഐ ഡ്രിങ്ക് വാട്ടർ. ഹി ഗോസ് ടു സ്കൂൾ. റാണി റോട്ട് എ ലെറ്റർ. ദെൻ നെക്സ്റ്റ് അനദർ പാറ്റേൺ.
I am drinking water. Here I am drinking water meaning ഞാൻ വെള്ളം കുടിക്കുകയാകുന്നു. ഇവിടെ വ്യത്യാസമുണ്ട്. നമ്മളിവിടെ ഒരു ഓക്സിലറി വേർബ് ആഡ് ചെയ്തിട്ടുണ്ട്. ഓക്സിലറി വേർബ്സ് ഒരുപാട് ഓക്സിലറി വേർബ്സ് ഉണ്ട് ഇംഗ്ലീഷിൽ. ഞാൻ ഈ സെൻറ്റൻസ് പാറ്റേൺ കഴിഞ്ഞിട്ട് പറഞ്ഞു തരാം. ഐ ആം ഡ്രിങ്കിങ് വാട്ടർ, ഞാൻ വെള്ളം കുടിക്കുകയാണ്. ഐ ഈസ് സബ്ജക്റ്റ്, ആം ഈസ് ഓക്സിലറി വേർബ്, ഡ്രിങ്കിങ് ഈസ് മെയിൻ വേർബ്, വാട്ടർ ഈസ് ഒബ്ജക്റ്റ്. ഐ ഈസ് സബ്ജക്റ്റ്, am is helping verb or auxiliary verb. Water is objective. I am drinking water. I is here subject, am is helping verb, drinking is main verb, water is object. Another example. She has gone to school. She has gone to school. അവൾ സ്കൂളിലേക്ക് പോയിട്ടുണ്ട്. She is subject, has is helping verb, then gone is main verb, to school is objective. I think all of you understand. She has gone to school. She is subject, has is helping verb, gone main verb, to school is objective. Then സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ ഒന്നുകൂടി ഞാൻ പറയാണ്, ആരെക്കുറിച്ചാണോ നമ്മൾ എന്തിനെക്കുറിച്ചാണോ പ്രതിപാദിക്കുന്നത് അത് സബ്ജക്റ്റ്. വേർബ് എന്ന് പറഞ്ഞാൽ ആക്ഷൻ, വേർബ് ഈസ് ആൻ ആക്ഷൻ വേർഡ്സ്. ഒബ്ജക്റ്റ് ആര്, എന്ത്, എപ്പോൾ, എങ്ങനെ എന്നുള്ളതിന് ആൻസർ കിട്ടുന്നതാണ് ഒരു സെൻറ്റൻസിൽ, അത് ഒബ്ജക്റ്റീവ്. ദെൻ 2 സെൻറ്റൻസ് പാറ്റേൺ ഉണ്ട്. SVO പാറ്റേൺ, SAVO പാറ്റേൺ. I think all of you understand the class. Next, ഇംഗ്ലീഷ് ഗ്രാമറിൽ ടെൻസ് പഠിക്കേണ്ടതുണ്ട്. അതിന് ഓൾറെഡി നമ്മൾ കുറച്ച് ഐഡിയാസ് ഉണ്ടാക്കിയെടുക്കേണ്ടതുണ്ട്. ആദ്യം ഗ്രാമറിൽ ടെൻസ് പഠിക്കുമ്പോൾ കാര്യമായിട്ട് നമ്മൾ വെർബിനെയാണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. വെർബിന് സബ്ജക്റ്റ് മാറുന്നതിനനുസരിച്ച്, സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ അതിനനുസരിച്ച് എല്ലാവരും മാറും. വെർബിനെ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടാണ് വെർബ് ഫോംസ് ഒക്കെ ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ വെർബ് എന്താണെന്ന് ഇവിടെ ഞാൻ പറഞ്ഞു, ഒരാൾ ചെയ്യുന്ന പ്രവൃത്തിയാണ് വെർബ്. ആ വെർബ് ഓരോ സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ അതിനനുസരിച്ച് മാറും, ടെൻസിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും വെർബ്. ഇപ്പോൾ നെക്സ്റ്റ് വെർബ്. വെർബ് ഈസ് ആൻ ആക്ഷൻ വേർഡ്, പ്രവൃത്തി ചെയ്യുന്ന വാക്കുകളാണ് വെർബ്. Examples, I am going to some examples here. Write, read, drink, play, think, fight, go, come. ഒരുപാട് വേർബ്സ് ഉണ്ട്. നമ്മൾ ഒരുപാട് ആക്ടിവിറ്റീസ് ഡെയിലി നമ്മളൊന്നും ചെയ്യുന്നുണ്ട്. രാവിലെ നമ്മൾ എണീക്കുന്നു, ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നു. ഇതൊക്കെ നമ്മൾ ചെയ്യുന്ന വേർബ്സാണ്. ഞാൻ നിങ്ങളെ പഠിപ്പിക്കുന്നത് ഒരു വെർബാണ്. നിങ്ങളെൻ്റെ ക്ലാസ് ലിസൺ ചെയ്യുന്നു, അതൊരു വെർബാണ്. ഞാൻ ക്ലാസ്സിൽ നടക്കുന്നു, സ്റ്റാൻഡ് ചെയ്യുന്നു, നിൽക്കുന്നു, ഇതൊക്കെ ഒരു വെർബാണ്. നിങ്ങൾ ഇരുന്നു കൊണ്ട് എൻ്റെ ക്ലാസ് ലിസൺ ചെയ്യുന്നു. മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഒരുപാട് വേർബ്സ് ഉണ്ട്. വെർബ് എന്താണെന്നാണ് ഞാൻ പറഞ്ഞത്. വെർബ് എന്ന് പറഞ്ഞാൽ ആക്ഷൻ വേർഡ്സ്. ദെൻ I wrote many examples on the board. I think all of you understand. Write, read, drink, play, think, fight, go, come. Next, verbs divided into 2. Verbs are divided into 2. Divided into
2 main verb, then helping verb. Main verb are these. I think these are main verb. Write, read, drink, play, think. Then another main verb, call, arrive, admit, allow, many verbs. Catch. Then helping verb, സബ്ജക്റ്റിൻ്റെ സെൻറ്റൻസിൻ്റെ പാറ്റേൺ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, എന്നാലും ഒരുപാട് ഹെൽപ്പിംഗ് വേർബ്സ് ഉണ്ട്. അതിനിവിടെ എഴുതാൻ പോവാണ്. ഈസ്, ആർ, വാസ്, were, has, have, had, do, does, did. ഇതൊക്കെ നിങ്ങൾ സെൻറ്റൻസിൽ കണ്ടിട്ടുണ്ടാകും. പക്ഷെ എന്നാലും ഇതെന്താണെന്ന് ചിലപ്പോൾ ഒരു പക്ഷേ ചില കുട്ടികൾക്ക് അറിഞ്ഞിട്ടുണ്ടാവും. എന്നാലും ഇപ്പോഴെങ്കിലും മനസ്സിലാക്കി ഇതൊക്കെ ഹെൽപ്പിംഗ് വേർബാണ്. നമ്മളൊരു സെൻറ്റൻസ് നമ്മുടെ പാറ്റേൺ വെച്ച് കംപ്ലീറ്റ് ആക്കുമ്പോൾ നമ്മൾ ഒരു സെൻറ്റൻസ് കറക്റ്റായിട്ട് എഴുതണമെങ്കിൽ ഹെൽപ്പിംഗ് വേർബിൻ്റെ ആവശ്യമുണ്ട്. ദെൻ ഈസ്, ആർ, വാസ്, were, has, have, had, do, does, did. ദെൻ മെയിൻ വേർബ്സ് മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കുന്നത്. 2 types of verbs ഉണ്ട്. മെയിൻ verb ആൻഡ് ഹെൽപ്പിംഗ് verb. വെർബിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. മെയിൻ verb ആൻഡ് ഹെൽപ്പിംഗ് verb. ദെൻ നെക്സ്റ്റ് മെയിൻ വെർബിനെ രണ്ടായിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ഈ വെർബുകൾ വെച്ചിട്ടാണ് നമ്മൾ ടെൻസിൽ വരുന്ന വെർബ് ഫോംസ് ഉണ്ടാക്കുന്നത്. വെർബ് ഫോംസ് ഉണ്ടാക്കണമെങ്കിൽ നമ്മൾ ഓൾറെഡി ഫസ്റ്റ് മെയിൻ വെർബിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. മെയിൻ വെർബ് ഡിവൈഡഡ് ഇൻടു main verbs divided into 2 regular verbs and one is regular verbs, second one is irregular verbs. Then regular verbs എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രസന്റ് വെർബിന് 4 ഫോം ഉണ്ട്. അതുകൂടി പറഞ്ഞതിന് ശേഷം എനിക്ക് ഇതെന്താണെന്ന് മനസ്സിലാവും. ജസ്റ്റ് ഐ റോട്ട് സം എക്സാമ്പിൾസ്. വാക്ക്ഡ്, then walking, eat, ate, eaten, eating. ഇതാണ് റെഗുലർ വേർബ്സും ഇറഗുലർ വേർബ്സും തമ്മിലുള്ള വ്യത്യാസം. റെഗുലർ വേർബ്സിൻ്റെ പാസ്റ്റ് V1, V2, V3, V4 അത് പറയാം. ഫസ്റ്റ് റെഗുലർ വേർബ്സ് എന്താണ്, ഇറഗുലർ വേർബ്സ് ആണ് ഇൻട്രൊഡ്യൂസ് ചെയ്തതിനു ശേഷം അതിലേക്ക് അടുക്കാം വെർബ് ഫോമിലേക്ക്. V1, V2, V3, V4 അത് V2, V3 സെയിം ആയിരിക്കും. ദെൻ ഇറഗുലർ വേർബ്സിൽ എപ്പോഴും V2, V3 ചേഞ്ച് ചെയ്യും. അതാണ് റെഗുലർ വേർബ്സും ഇറഗുലർ വേർബ്സും തമ്മിലുള്ള വ്യത്യാസം. നെക്സ്റ്റ് ഐ തിങ്ക് ഓൾ ഓഫ് യു അണ്ടർസ്റ്റാൻഡ് ദിസ് ക്ലാസ്. മെയിൻ വേർബ്സിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നു. റെഗുലർ വേർബ്സ് ആൻഡ് ഇറഗുലർ വേർബ്സ്. റെഗുലർ വേർബ്സ് അതിൻ്റെ V2, V3 സെയിം ആയിരിക്കും. ഇറഗുലർ വേർബ്സിൻ്റെ V2, V3 ഡിഫറെൻ്റ് ആയിരിക്കും. എക്സാമ്പിൾസ് എഴുതിയിട്ടുണ്ട്. ഈ എക്സാമ്പിൾസ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. നെക്സ്റ്റ് മെയിൻ പാർട്ടിലേക്ക് പോവാണ്. വെർബ് ഫോംസ്. ഈ വെർബ് ഫോംസ് നമ്മൾ പഠിച്ചാലേ നമുക്ക് ടെൻസ് ചെയ്യുമ്പോൾ ടെൻസിൽ ഒരുപാട് ആക്ടിവിറ്റീസ്, ഫോർ എക്സാമ്പിൾ ആക്റ്റീവ് വോയിസ്, പാസീവ് വോയിസ്, ഡയറക്റ്റ് സ്പീച്ച്, ഇൻഡയറക്റ്റ് സ്പീച്ച്, പിന്നെ ഒരുപാട് ആക്ടിവിറ്റീസ് ഇത് ചെയ്യാനുണ്ടാവും. അപ്പോൾ നമ്മൾ ടെൻസ് എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷ് ഭാഷയുടെ ഒരു അടിത്തറയാണ് ടെൻസ്. ഫോർ എക്സാമ്പിൾ നമ്മളൊരു വീട് വെക്കാൻ ആലോചിച്ചോളൂ. ആ വീടിന് ഒരുപാട് സംഭവങ്ങൾ വേണം. നമ്മളൊരു വീട് വെക്കുമ്പോൾ സ്റ്റാർട്ടിങ് തന്നെ അതിനൊരു ഫൗണ്ടേഷൻ വേണം. ആ ഒരു ഫൗണ്ടേഷനാണ് ടെൻസ്. ഇംഗ്ലീഷ് ലാംഗ്വേജ് നമ്മൾ ഡീൽ ചെയ്യണമെങ്കിൽ തന്നെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ എത്ര ഗ്രാമർ മിസ്റ്റേക്ക് ഇല്ലാതെ എങ്ങനെ നമുക്ക് സംസാരിക്കുന്ന ഫ്ലുവൻസി കിട്ടണമെങ്കിൽ ടെൻസ് നമ്മൾ അറിഞ്ഞിരിക്കണം.
അപ്പോൾ അതിൽ നമ്മളൊരു വീട് വെച്ചു, അതിൻ്റെ ഒരു ഫൗണ്ടേഷനാണ് ടെൻസസ്. ടെൻസസ് അതാണ് അതിൽ നമ്മൾ മെയിനായിട്ട് നമ്മൾ ടെൻസിൽ ഉപയോഗിക്കുന്നത് വെർബാണ്. ആദ്യം ഞാൻ വെർബ് ഫോമിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാം, എന്നിട്ട് നമുക്ക് ടെൻസിലേക്ക് പോവാം. Verb forms. A verb has 4 forms. ഒരു വെർബിന് 4 ഫോം ഉണ്ട്. V1, V2, V3, V4. V1, V2, V3, V4. ഇതിൽ ഓരോന്നിനും ഓരോ പേരുണ്ട്. V1 present, V2 past, V3 past participle, V4 present participle, V4 present participle. ഇത് കേൾക്കുമ്പോൾ പേടിയുണ്ടാവും, ഇതിങ്ങനെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ പ്രസന്റ് പാർട്ടിസിപ്പിൾ അങ്ങനെയൊന്നും പറയേണ്ട ആവശ്യമില്ല. നിങ്ങൾ എളുപ്പത്തിന് V1, V2, V3, V4 എന്ന് മനസ്സിലാക്കിയാൽ മതി. V1 present form of the verb, base form of the verb. For example, walk. അത് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന വെർബാണ്, അതിന് യാതൊരു മാറ്റമില്ല. ഇനി നമ്മൾ അതിൻ്റെ പാസ്റ്റ് ഉണ്ടാക്കുന്നത് ED ആഡ് ചെയ്തിട്ടാണ്. വാക്ക് പ്ലസ് ED, walked. Then past participle same, walked, walking. Present participle ഉണ്ടാക്കാനും എളുപ്പമാണ്. റെഗുലർ വെർബ്സിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ എല്ലാവരും സെയിം എളുപ്പമാണ് ഉണ്ടാക്കാൻ. ദെൻ പ്രസന്റ് V1, V2, V3, V4 4 ഫോം ഉണ്ട് ഒരു വെർബിന്റെ. അതിൽ V1 പ്രസന്റ് ഫോം, V2 പാസ്റ്റ് ഫോം, V3 പാസ്റ്റ് പാർട്ടിസിപ്പിൾ, V4 പ്രസന്റ് പാർട്ടിസിപ്പിൾ. അതിൽ ഒരു എക്സാമ്പിൾ ഞാനിവിടെ എഴുതി. നെക്സ്റ്റ് എക്സാമ്പിൾ come, came, come, coming. Drink, drank, drunk, drinking. ഫസ്റ്റ് ഞാൻ എഴുതിയത് റെഗുലർ വേർബ്സ് ആണ്, അതാണ് ഇതിൽ ED ആഡ് ചെയ്തത്. ഇറഗുലർ വേർബ്സിൽ നമ്മൾ ED ആഡ് ചെയ്യുന്നില്ല, അതിൽ ഒരുപാട് ഡിഫറൻസ് ഉണ്ട്. കം, കെയിം, കം, കമ്മിങ്, ഡ്രിങ്ക്, ഡ്രാങ്ക്, ഡ്രങ്ക്, ഡ്രിങ്കിങ്. അനദർ എക്സാമ്പിൾ then another example sing, sang, sung, singing, think, thought, thinking. വെർബ് ഫോംസ് നമ്മൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തത് സെൻറ്റൻസ് പാറ്റേൺ ആണ്. സെൻറ്റൻസ് പാറ്റേണിൽ SVO പാറ്റേൺ, SAVO പാറ്റേൺ. പിന്നെ പറഞ്ഞത് വേർബ്സ് ആണ്. വേർബ്സ് 2 ടൈപ്സ് ഉണ്ട്, മെയിൻ വേർബ്സ് ആൻഡ് ഓക്സിലറി വേർബ്സ്. മെയിൻ വേർബ്സ് എക്സാമ്പിൾ റൺ, ക്യാച്ച്, ദെൻ റൈറ്റ്, റോട്ട്. ദെൻ ഓക്സിലറി വേർബ്സ് ഈസ്, ആം, ആർ, was, were, has, have, had, do, does, did. Then
വെർബിനെ മെയിൻ വെർബിനെ നമ്മൾ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്, റെഗുലർ വെർബ്സ് ആൻഡ് ഇറഗുലർ വെർബ്സ്. ദെൻ നെക്സ്റ്റ് വെർബ് ഫോംസ്. വെർബിന് 4 ഫോം ഉണ്ട്. പ്രസന്റ്, പാസ്റ്റ്, പാസ്റ്റ് പാർട്ടിസിപ്പിൾ, പ്രസന്റ് പാർട്ടിസിപ്പിൾ, V1, V2, V3, V4. ദെൻ നിങ്ങൾ വീട്ടിൽ നിന്നൊക്കെ ഒരു ആക്ടിവിറ്റി നിങ്ങൾ ചെയ്യാൻ തരാം. ഈ വെർബ് ഫോം നിങ്ങൾക്ക് ഒരു ആൽഫബറ്റിക് ഓർഡറിലോ നിങ്ങൾക്ക് കഴിയുന്നത്ര ഒരു 20 വെർബ് ഫോംസ് നിങ്ങൾ എഴുതുക. എന്തായാലും നിങ്ങൾ വെക്കേഷനാണ്, നിങ്ങൾ ഡിക്ഷണറിയിലോ എവിടെ നോക്കി എഴുതുക, നിങ്ങളൊന്ന് ആലോചിച്ചിരുന്നിട്ട് എഴുതിയാൽ മതി. നിങ്ങൾ ഒരുപാട് വെർബ്സ് പഠിച്ചിട്ടുണ്ടാവും. 8th സ്റ്റാൻഡേർഡ് കഴിഞ്ഞിട്ട് 9th സ്റ്റാൻഡേർഡാണ്. നിങ്ങളൊന്ന് ഇരുന്ന് ആലോചിച്ച് എഴുതുക വെർബ് ഫോംസ്. ഇത് നിങ്ങൾക്ക് ഒരുപാട് ഉപകാരപ്പെടും. നമ്മൾ ടെൻസ് പഠിക്കുമ്പോൾ കാര്യമായിട്ട് ഓരോ വെർബിൻ്റെയും ഒരുപാട് വെർബിൻ്റെയും വെർബ് ഫോംസ് ഉണ്ടാവും. അപ്പോൾ അതിൽ നിങ്ങൾ V1, V2, V3, V4 ഇതെന്തായാലും അറിഞ്ഞിരിക്കണം. നിങ്ങളത് ഒരു 20 വെർബ് ഫോംസ് എഴുതുക. 20 വെർബ് ഫോംസ്. ഓക്കെ, ഇന്നത്തെ ക്ലാസ് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നുണ്ട്. എന്തായാലും ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യാണ്, പറഞ്ഞത് തന്നെ പറയാമെന്ന് വിചാരിക്കണ്ട. ഒന്നുകൂടി മനസ്സിലാവാനായിട്ട് നമ്മൾ ഇംഗ്ലീഷിൽ ഗ്രാമറിന് അത്രയും ഇമ്പോർട്ടൻസ് കൊടുക്കണം. അപ്പോൾ അതുകൊണ്ട് നമ്മൾ സെൻറ്റൻസ് പാറ്റേൺ ആണ് ആദ്യം പറഞ്ഞത്. പിന്നെ നമ്മൾ വേർബ്സിനെ കുറിച്ച് ഇൻട്രൊഡ്യൂസ് ചെയ്തു. വേർബ്സ് മെയിൻ വേർബ് പറഞ്ഞു, ഹെൽപ്പിംഗ് വേർബ്. ഹെൽപ്പിംഗ് വേർബ് നിങ്ങൾ ഒരിക്കലും മറക്കരുത്. നമ്മൾ ടെൻസ് എടുക്കുമ്പോൾ കാര്യമായിട്ട് ഹെൽപ്പിംഗ് വേർബിനെ കുറിച്ച് പറയാനുണ്ട്. ദെൻ നെക്സ്റ്റ് പിന്നെ നമ്മൾ വെർബിനെ നമ്മൾ ഡിവൈഡ് ചെയ്യുന്നുണ്ട്, റെഗുലർ വെർബ് ആൻഡ് ഇറഗുലർ വെർബ്. Then after that verb forms. A verb has 4 forms: V1, V2, V3, V4. ഇതിൽ verb forms നിങ്ങൾ 20 verb forms വീട്ടിൽ നിന്ന് എഴുതി ഉണ്ടാക്കുക. verb form നമുക്ക് മസ്റ്റ് ആണ്. ഓക്കെ, ഈ പോർഷൻ ഭാഗം കഴിഞ്ഞിട്ടുണ്ട്. Then